അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്ത് നിസായിലെ 24-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകളെ കുറിച്ചാണ് ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. ഇത് വളരെ ദൈർഘ്യമുള്ള ഒരു വചനമാണ്. ഇതിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം ഇന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അർത്ഥങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹുർരിമത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി വഉമ്മഹാത്തുക്കും അല്ലത്തി അർളഅനക്കും വഅഖവാത്തുക്കും മിനർ റളാഅതി വഉമ്മഹാത്തു നിസായിക്കും. അത്രയും വരെ നമുക്ക് നോക്കാം. ഹുർരിമത്ത്, വിവാഹം കഴിക്കുന്നതിന് നിഷിദ്ധമാക്കപ്പെട്ട ആളുകളുടെ പട്ടികയാണ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല. ഹുർരിമത്ത്, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അലൈക്കും, നിങ്ങൾക്ക്. ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മാതാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. ഇതൊക്കെ അജ്ഞാനകാലത്ത് മനുഷ്യൻ അറിവില്ലാതെ അവൻ ഒരു മൃഗതുല്യമായ ജീവിതം നയിക്കുന്ന മനുഷ്യനെ സംസ്കാരത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ സ്ഥാനത്തേക്ക് വിശുദ്ധ ഖുർആൻ എക്കാലത്തേക്കും ഉയർത്തിക്കൊണ്ടുവരുന്ന അതിമഹത്തായ ഉപദേശ കൽപ്പനകളാണ്. ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മാതാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വബനാത്തുക്കും, അതുപോലെ നിങ്ങളുടെ പെൺമക്കളെ. വ അഖവാത്തുക്കും, അതുപോലെ നിങ്ങളുടെ സഹോദരിമാരെ. വ അമ്മാത്തുക്കും, നിങ്ങളുടെ പിതൃ സഹോദരിമാരെ. വ ഖാലാത്തുക്കും, നിങ്ങളുടെ മാതൃ സഹോദരിമാർ. വ ബനാത്തുൽ അഖി, സഹോദര പുത്രിമാർ, നിങ്ങളുടെ സഹോദര പുത്രിമാർ.
വ ബനാത്തുൽ ഉഖ്തി, നിങ്ങളുടെ സഹോദരി പുത്രിമാർ. വ ഉമ്മഹാത്തുക്കും, ആദ്യം മാതാക്കളുടെ കാര്യം പറഞ്ഞു, ഇത് മറ്റൊരു വിഭാഗം ഉമ്മമാരാണ്. വ ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാർ. അല്ലാത്തി അർളൈനക്കും, നിങ്ങൾക്ക് മുലയൂട്ടിയിട്ടുള്ള, പാല് തന്ന് വളർത്തുന്നതിന് വേണ്ടി മറ്റാളുകളെ ഏൽപ്പിക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും അപ്രകാരം പാലിൻ്റെ ദൗർലഭ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഉമ്മഹാത്തുക്കും, അങ്ങനെ നിങ്ങളുടെ ഉമ്മമാരായി തീരുകയാണ്. അല്ലാത്തി അർളൈനക്കും, നിങ്ങൾക്ക് മുലയൂട്ടിയ ആളുകൾ നിങ്ങളുടെ ഉമ്മമാരാണ്. അവരെയും വിവാഹം കഴിക്കാൻ പാടില്ല. വ അഹവാത്തുക്കും മിനർലാത്തി, വ അഹവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാർ, ഡയറക്റ്റ് സഹോദരിമാരല്ല, മറ്റൊരു സഹോദരിമാർ. വ അഹവാത്തുക്കും മിനർലാത്തി, മുലയൂട്ടിലൂടെ, മുലകുടി ബന്ധത്തിലൂടെ സഹോദരിമാരായി തീർന്ന നിങ്ങളുടെ സഹോദരിമാർ വിവാഹം കഴിക്കാൻ പാടില്ല. വ ഉമ്മഹാത്തു നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളുടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കളെയും വിവാഹം കഴിക്കാൻ പാടില്ല. വീണ്ടും തുടർന്ന് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിലിപ്പം 9 വിഭാഗത്തിലെ കാര്യമാണ് ഇവിടെ ആദ്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതായത് മാതാക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല, പുത്രിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല, സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല, പിതൃ സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല, മാതൃ സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല, സഹോദര പുത്രിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല, സഹോദരി പുത്രിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല, നിങ്ങൾക്ക് മുലയൂട്ടിയിട്ടുള്ള ഉമ്മമാരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല, മുലയൂട്ടലിലൂടെയുള്ള ബന്ധത്തിലൂടെ സഹോദരിമാരായി തീർന്നവരെയും വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ 9 വിഭാഗം ആളുകളുടെ കാര്യം ആണ് ഇന്ന് നമ്മൾ പരാമർശിച്ചത്. സംബന്ധമായി ചിന്തിക്കുക. ബാക്കി ഉള്ള ആളുകളും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്താൽ നാളത്തെ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് കാണുന്നുണ്ട്. ജസാക്കുമുല്ലാഹി ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.